വരണം സർ, ഞാൻ കൊണ്ടുചെന്നാക്കാം. ഒരു റിക്ഷാക്കാരൻ അയാളുടെ അടുത്ത് വന്ന് പറഞ്ഞു. അസ്ലം ഇനി വരില്ല. അയാൾക്ക് എന്ത് സംഭവിച്ചു? കഴിഞ്ഞ 4-5 ദിവസങ്ങളായി അസ്ലമാണ് അയാളെ ഓഫീസിൽ കൊണ്ടുചെന്നാക്കിയിരുന്നത്. സർ, അസ്ലം ജീവിച്ചിരിപ്പില്ല. എന്ത്? അയാൾക്ക് ഷോക്ക് ഏറ്റതുപോലെയായി. ഇന്നലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അയാളുടെ 2 വൃക്കകൾക്കും തകരാറായിരുന്നു. റിക്ഷ ഓടിക്കുന്നതിൽ നിന്നും ഡോക്ടർ അയാളെ വിലക്കിയിരുന്നു. അയാളുടെ സ്വരം ദുഃഖം നിറഞ്ഞതായിരുന്നു. ഇന്നലെ താങ്കളെ ഓഫീസിലാക്കി മടങ്ങിയപ്പോൾ മൂത്രതടസ്സം നേരിട്ടു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിച്ചു. അയാൾക്ക് പിന്നീടൊന്നും കേൾക്കാനായില്ല. ഒരു നിശബ്ദത അയാളെ ആലിംഗനം ചെയ്തു. ഇന്നലത്തെ സംഭവങ്ങൾ അയാളുടെ കണ്ണുകൾക്ക് മുന്നിൽ സജീവമായി. റിക്ഷ നടരാജ് തിയേറ്റർ കടന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിനടുത്തേക്ക് പോകുകയായിരുന്നു. റിക്ഷ ഓടിച്ചുകൊണ്ട് തന്നെ അസ്ലം ചെറുതായി ഞരങ്ങുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കൈ വയറിൽ പിടിക്കുന്നുമുണ്ടായിരുന്നു. മുന്നിൽ ഗസ്റ്റ് ഹൗസ് വരെ കയറ്റം തന്നെയായിരുന്നു. ഒരിക്കൽ റിക്ഷയിൽ നിന്നും ഇറങ്ങാമെന്നു കരുതി. എന്നാൽ അടുത്ത നിമിഷം തോന്നി, എന്നത്തെയും പ്രശ്നമാണല്ലോ, എത്രയെന്ന് പറഞ്ഞ് ഇറങ്ങുക. ഇവരാകട്ടെ നന്നായി നാടകം കളിക്കുകയും ചെയ്യും. ഇവരോട് സഹതാപം കാട്ടുന്നത് വിഡ്ഢിത്തമാണ്. വെറുതെ പൈസ ചോദിക്കും. എന്തെങ്കിലും പറഞ്ഞാലാകട്ടെ നമ്മുടെ മാനം കെടുത്തുവാനും തുടങ്ങും. അസ്ലം റിക്ഷയിൽ നിന്നും ഇറങ്ങി. വലതുകൈ റിക്ഷയുടെ സീറ്റിൽ വച്ച് കയറ്റത്തിലേക്ക് വണ്ടി വലിച്ചു കയറ്റുവാൻ തുടങ്ങി. അയാൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കഷണ്ടി തലയിൽ ചെറിയ ചെറിയ വിയർപ്പ് തുള്ളികൾ കാണാമായിരുന്നു. ഒരു കാറിൻ്റെ ഹോൺ കേട്ട് ഞെട്ടി അയാൾ ബോധത്തിലേക്ക് വന്നു. റിക്ഷ വേഗത്തിൽ നടരാജ് ടാക്കീസിനടുത്തുള്ള കയറ്റത്തിലെത്തുകയായിരുന്നു. നിർത്തൂ, പെട്ടെന്ന് അയാൾ റിക്ഷക്കാരനോട് പറഞ്ഞു. വേഗം കുറഞ്ഞപ്പോൾ റിക്ഷയിൽ നിന്നും ഇറങ്ങി. റിക്ഷക്കാരനാകട്ടെ നല്ല ആരോഗ്യവാനുമായിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കയറ്റം ഒന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അയാൾ തെല്ലാശ്ചര്യത്തോടെ യാത്രക്കാരനെ നോക്കി. യാത്രക്കാരനാകട്ടെ ഒരപരാധിയെപ്പോലെ ശിരസും കുനിച്ച് റിക്ഷയോടൊപ്പം നടക്കുകയായിരുന്നു. എഴുത്തു പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാതൃകകൾ. अनुताप किस शैली की रचना है? कविता, लघु कथा, निबंध? उत्तर लघु कथा। डॉक्टर ने असलम को क्या करने से मना किया था? दौड़ने से, बोझ उठाने से, रिक्शा चलाने से? उत्तर रिक्शा चलाने से। असलम की बीमारी क्या थी? असलम के दोनों गुर्दों में खराबी थी। वो किसी अपराधी की भांति सिर झुकाए रिक्शे के साथ साथ चल रहा था। कौन? उत्तर यात्री। असलम की मृत्यु कैसे हुई? असलम रिक्शा चलाकर परिवार का खर्च चलाता था। उसके दोनों गुर्दों में खराबी थी। कल लेखक को दफ्तर पहुंचाकर लौटा तो उसका पेशाब बंद हो गया। मित्र उसे अस्पताल ले गए, लेकिन रास्ते में ही उसकी मृत्यु हो गई। डॉक्टर से गुर्दे की खराबी की खबर सुनकर असलम चिंतित हो जाता है। इस संबंध में वो अपनी डायरी में लिखता है। उसकी डायरी का वो अंश 60-80 शब्दों में लिखें। आगे रिक्शा नहीं चला सकना, परिवार के प्रति प्रेम, चिकित्सा का खर्च, भविष्य के प्रति आशंका। तारीख: स्वास्थ्य खराब था, डॉक्टर से मिला, जांच पड़ताल हुई,
डॉक्टर ने कहा कि गुर्दों में खराबी है। सुनकर चकित हुआ। आगे रिक्शा न चलाने का निर्देश हुआ। लेकिन कैसे? पत्नी और बच्चे, उनका खर्च, चिकित्सा के लिए भी ज़्यादा पैसा आवश्यक है। वो कहाँ से मिले? कमाई तो कुछ भी नहीं। क्या करूं? कुछ समझ में नहीं आ रहा है। हे अल्लाह, तू ही रक्षक है, कोई न कोई रास्ता तो दिखा दे। मान लें असलम की मृत्यु पर एक शोक सभा का आयोजन हो रहा है। इसकी सूचना देते हुए पोस्टर तैयार करें। प्रिय मित्र, असलम की मृत्यु पर शोक सभा। शनिवार 20 मई 2005 सायं 4:30 बजे आनंद विहार रिक्शा स्टैंड में विविध ट्रेड यूनियन के नेता भाग ले रहे हैं। निम्नलिखित जीवन वृत्त पढ़ें और सुकेश साहनी पर अनुच्छेद लिखें। जन्म 5 सितंबर 1956। जन्म स्थान लखनऊ, उत्तर प्रदेश। प्रमुख रचनाएं डरे हुए लोग, मैमा और अन्य कहानियाँ, खलील जिब्रान की लघु कथाएं। विशेषताएं: हिंदी लघुकथा क्षेत्र का सशक्त हस्ताक्षर, ग्राम संस्कृति का भोला भाला चित्र। पुरस्कार: डॉक्टर परमेश्वर गोयल लघु कथा सम्मान, माता शर्बती देवी पुरस्कार, डॉक्टर मुरली मनोहर हिंदी साहित्यिक सम्मान। सुकेश साहनी। सुकेश साहनी हिंदी लघुकथा क्षेत्र के सशक्त हस्ताक्षर हैं। उनका जन्म 5 सितंबर 1956 को उत्तर प्रदेश के लखनऊ में हुआ। डरे हुए लोग, मैमा और अन्य कहानियाँ, खलील जिब्रान की लघु कथाएँ आदि उनकी प्रमुख रचनाएं हैं। उनकी रचनाओं में ग्राम संस्कृति का भोला भाला चित्र देख सकते हैं। डॉक्टर परमेश्वर गोयल लघु कथा सम्मान, माता शर्बती देवी पुरस्कार, डॉक्टर मुरली मनोहर हिंदी साहित्यिक सम्मान आदि उन्हें प्राप्त हुए।